ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബിസ്ക്കറ്റ് പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ 2-3 റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആട്ടോ ഇതെന്താ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ നമുക്ക് ഇഷ്ടപ്പെടും. അത്രയും യമ്മി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് പാല്, 2 മുട്ട, കോൺഫ്ലവർ, ബട്ടർ, കണ്ടൻസ് മിൽക്ക്, വാനില എസൻസ്, പിന്നെ മാരിലൈറ്റ് ബിസ്ക്കറ്റ്. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ചോക്ലേറ്റും കപ്പലണ്ടി മിഠായി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ട അളവൊക്കെ ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1 കപ്പ് പാൽ ഒഴിക്കണം. പിന്നെ 2 മുട്ട നമ്മൾ ഇതിനകത്തേക്ക് ആ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ലാസ്റ്റായിട്ട് 1 ടിൻ കണ്ടൻസ് മിൽക്ക് അത് ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഒരു പാനിലേക്ക് 4 കപ്പ് പാല് നമ്മളിങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. 4 കപ്പ് പാല് നമ്മൾ ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ പാൽ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വീണ്ടും ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച മിക്സർ ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. വീണ്ടും ഇളക്കി ലാസ്റ്റ് ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 1 മിനിറ്റ് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ആദ്യത്തെ ലെയർ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ നമ്മൾ ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ ഓഫ് മാരിലൈറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ കൺസിസ്റ്റൻസി അത്രയും ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാരിലൈറ്റ് ടോപ്പിങ്സിൽ വെക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ സെക്കൻഡ് ലെയർ ഓഫ് ഈ ബാറ്റർ നമ്മൾ വീണ്ടും ഈ മാരിലൈറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് സെറ്റ് ബിസ്ക്കറ്റ് ലെയർ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ലാസ്റ്റ് ഫൈനൽ ലെയർ ഓഫ് ബാറ്റർ നമ്മൾ അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് നമ്മൾ ആ ടോപ്പ് കവർ ചെയ്ത് വെക്കുകയാണ്. മറ്റേ പുഡിങ്ങിൻ്റെ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ടോപ്പ് ലെവൽ ഡ്രസ്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ ചോക്കോ ചിപ്സ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്രഞ്ചി ഫീൽ ഇഷ്ടമുള്ളവർക്ക് കപ്പലണ്ടി സെർവ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഡ്രസ്സിങ് സമയത്ത് തന്നെ ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കുതിർന്നിട്ട് ആ ഒരു ക്രഞ്ചി ഫീല് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ സെർവ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തെടുത്താൽ മതി.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇത് പറയുന്നത്.